ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ദേശീയ കോൺഗ്രസ് ബൂത്ത് തലങ്ങൾ നടത്തുന്ന കുടുംബസംഗമത്തിന്റെ ഭാഗമായി അലനല്ലൂർ ബൂത്ത് കുടുംബസംഗമം നടന്നു. ഇന്ത്യയെ ഭരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെയും ബൂത്ത് തലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ദിരാ പ്രിയദർശിനി കുടുംബസംഗമങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ജൂലൈ 13-ാം തീയതി അലനല്ലൂർ മണ്ഡലം കുടുംബസംഗമം KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള കുടുംബസംഗമത്തിന്റെ അലനല്ലൂർ ബൂത്ത് കുടുംബസംഗമമാണ് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ അലനല്ലൂർ ബൂത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിമാർക്ക് ഇന്ത്യയെക്കുറിച്ച് അറിയില്ല. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളെക്കുറിച്ചും അവർക്കറിയില്ല. അവരുടെ സംസ്കാരങ്ങളെക്കുറിച്ചും തീരെ അറിയില്ല. എന്നാൽ ഇന്ദിരാഗാന്ധി തന്റെ പിതാവായ നെഹ്റുവിന്റെ കൂടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സഞ്ചരിക്കുകയും ആ സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അവരുടെ സംസ്കാരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ഇന്ത്യയെ ഭരിച്ചിരുന്നത്. അങ്ങനെ തീയിൽ കുരുത്ത് വളർന്ന ഇന്ദിരാജി വളരെ ചെറുപ്പത്തിൽ തന്നെ ഭരണമികവും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ ഒരു കഴിവും അച്ഛനായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ രാജ്യം മുഴുവൻ സഞ്ചരിക്കാനും ഈ രാജ്യം എന്താണ്, ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് എന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കാനും കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം കൊണ്ടാണ് അവർ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. പ്രധാനമന്ത്രി ആയതിനു ശേഷം നമുക്കറിയാം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമം ഉണ്ടാക്കിയ ഒരു നേതാവാണ്. പാവങ്ങളുടെ, സാധാരണക്കാരുടെ, അബലകളായ സ്ത്രീകളുടെ, കുട്ടികളുടെയൊക്കെ ക്ഷേമത്തിനു വേണ്ടി തൊഴിലാളികളോടൊപ്പം ഖനിയിൽ വരെ പോയി അവരനുഭവിക്കുന്ന പീഡനങ്ങളെ നേരിൽ കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭരണകാലഘട്ടത്തിൽ ഒട്ടേറെ നൂതനമായുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ടായി. ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ഇന്ത്യയെ ഭിന്നിപ്പിക്കാനാണ് നോക്കുന്നത്. എന്നാൽ സിഖുകാരുടെ ഭീഷണിയുണ്ടെന്നും അംഗരക്ഷകരിൽ നിന്നും സിഖുകാരെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടപ്പോഴും അതിന് തയ്യാറാവാതെ എന്റെ രാജ്യത്തെ ഐക്യത്തോടെ കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യമെന്നും അതല്ല എങ്കിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നും പറഞ്ഞ ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് ശ്രീകണ്ഠൻ പറഞ്ഞു. യാഥാർത്ഥ്യമായിക്കൊണ്ട് കഴിഞ്ഞ 3 വർഷക്കാലമായി ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ, നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോലും വളരെ വിപുലമായി പടർന്നിരിക്കുക. അപ്പൊ രാജ്യത്തുള്ള സാമുദായിക സംഘർഷങ്ങൾ വളർത്തുന്നതല്ല ഇന്ത്യ ഭരിക്കുന്ന BJP നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ കൂടെയുള്ള മന്ത്രിമാർ പരസ്യമായി ആഹ്വാനം ചെയ്യുകയാണ്. ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ നാട് കടത്തണം, മുസ്ലിങ്ങൾക്ക് വോട്ട് നൽകരുത്, അങ്ങനെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കണം, ഗോക്കളെ പരിപാലിക്കുന്നവർ, ഗോക്കളെ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്നവർ അവരെ സമൂഹത്തിൽ ഇല്ലാതാക്കണം തുടങ്ങി ഏറ്റവും അവസാനം കന്നുകാലി വിപണനം, അതുപോലെ തന്നെ അതിലൂടെയുള്ള ഉപജീവനം അതുവരെ മുടക്കുന്ന തരത്തിൽ വർഗീയ വിഷതീണ്ടി ഈ രാജ്യത്ത് സാമുദായിക കലാപങ്ങളുണ്ടാക്കി ഇവിടെ ഏറ്റവും വലിയ പ്രഖ്യാപിതമായിട്ടുള്ള ഫാസിസ്റ്റ് ശൈലിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി ഈ 21ാം നൂറ്റാണ്ടിലേക്ക് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എവിടെയെങ്കിലും പതർച്ചയോ വീഴ്ചയോ വന്നാൽ നിങ്ങളാണ് അനുഗ്രഹിക്കേണ്ടത്, ഒരു കൈത്താങ്ങായി സഹായിക്കേണ്ടത്. യൂണിറ്റിൽ നിന്ന് SSLC +2 ഉന്നത വിജയം നേടിയ കുട്ടികളെയും ഫയർഫോഴ്സിൽ നിന്നും സംസ്ഥാന അവാർഡ് നേടിയ ഫയർമാൻ നാസറിനെയും യോഗം ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ജമാൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് VV ഷൌക്കത്ത്, വയനാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹാരിസ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഹബീബ് മാസ്റ്റർ, ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി പൂതാനി നസീർ ബാബു, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നൌഫൽ തങ്ങൾ, ഉമർ ഖത്താവ് മാസ്റ്റർ എന്നിവരും കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. MC ന്യൂസ്, അലനല്ലൂർ.